സന്നിധാനത്തെ ഡോണർ ഹൌസിലെ റൂം പൂട്ടിക്കിടന്ന സംഭവത്തിൽ ഡോണറിന്റെ വിശദാംശങ്ങൾ നൽകാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. നാളെ റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണറോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഡോണർക്ക് റൂം പൂട്ടാൻ ആരാണ് അനുമതി നൽകിയതെന്നും കോടതി ചോദിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കഴിഞ്ഞ ദിവസം ഡോണർ ഹൌസ് പൂട്ടിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിനോട് കാര്യങ്ങൾ ആരാഞ്ഞത്. ഇന്ന് ഡോണറുടെ വിശദാംശങ്ങൾ നൽകാനാണ് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടും ഈ ഡോണർ റൂം സംബന്ധിച്ച് അത് പൂട്ടിക്കിടക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകന് സാധിച്ചിട്ടുമില്ല. ഈ ഗുജറാത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ ഡോണർ റൂം കൈവശം വെച്ചിട്ടുള്ളത്. ഇത്രയധികം ദിവസം, അതായത് ഡോണർ റൂം പൂട്ടിക്കൊണ്ട് പോകാൻ തക്ക രീതിയിലുള്ള ആ ഒരു സാഹചര്യം ഒരുക്കിയത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ നൽകിയ വിശദാംശങ്ങൾ തൃപ്തികരമല്ല. അതുകൊണ്ട് ഈ ഡോണറുടെ മറ്റ് വ്യക്തിപരമായിട്ടുള്ള വിശദാംശങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി വിശദീകരണം കൂടുതൽ നൽകാനായിട്ടാണ് നിലവിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡോണർ റൂം പൂട്ടിക്കിടക്കുന്ന വിഷയത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ പ്രത്യേകം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നാളെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരാണ് ഈ ഡോണർക്ക് റൂം പൂട്ടിക്കൊണ്ടു പോകാൻ അനുമതി നൽകിയതെന്നുള്ള ഒരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് ആർക്കും പ്രത്യേക പരിഗണന, ഒരു ഭക്തനും പ്രത്യേക പരിഗണന സന്നിധാനത്തില്ല. ഈ ഡോണർ റൂം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില കരാർ വ്യവസ്ഥകളുണ്ട്. അത് പാലിക്കാത്ത പക്ഷം അത് കൃത്യമായിട്ട് ആ ഡോണർ റൂം മറ്റ് നടപടികൾ ചെയ്യാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തയ്യാറാകണം. ഇത് ഹൈക്കോടതി നേരത്തെ ഉത്തരവിറക്കിയതാണ്. പക്ഷേ ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായി എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഡോണർ റൂം പൂട്ടിക്കിടക്കുന്നത് എന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് നാളെ ഈ വ്യക്തിപരമായിട്ടുള്ള വിശദാംശങ്ങൾ ഡോണറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടക്കം റിപ്പോർട്ടായിട്ട് നൽകണം. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഈ ഡോണർ റൂം പൂട്ടിയതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രത്യേകം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും വേണം. എന്തായാലും വിഷയം ഗൗരവകരമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഹൈക്കോടതി നാളത്തേക്ക് ഈ കേസ് മാറ്റിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.